നടി നവ്യ നായർക്കും പിതാവിനുമെതിരെ സ്റ്റേജ് ആർട്ടിസ്റ്റ് ആൽപി സുദർശൻ രംഗത്ത്. കുട്ടിക്കാലത്ത് നവ്യയെ മോണോ ആക്ട് പഠിപ്പിക്കുകയും പിന്നീട് എന്നെ അവഗണിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്തു എന്ന് അദ്ദേഹം പറയുന്നു. നവ്യ നായർ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാൻ മോണോ ആക്ട് പഠിപ്പിച്ചിരുന്നത്. ധന്യ എന്നായിരുന്നു അന്ന് അവളുടെ പേര്. ധന്യയിൽ കഴിവുണ്ട് എന്ന് ഡാൻസ് പഠിപ്പിക്കുന്ന സാറാണ് വിളിച്ചു പറയുന്നത്. ആ സാർ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: അവളെ മോണോ ആക്ട് പഠിപ്പിക്കണം, പക്ഷേ ഫീസൊന്നും വലുതായി പ്രതീക്ഷിക്കരുത്. അവരുടെ കയ്യിൽ തരാൻ കാണണമെന്നൊന്നുമില്ല. പിന്നീട് അവർ രക്ഷപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്കും രക്ഷപ്പെടാം. ഈ കുട്ടിയെ ഞാനാദ്യം പഠിപ്പിച്ച ഐറ്റം കുന്തിയും കർണനുമാണ്. മത്സരത്തിൽ നവ്യയ്ക്കായിരുന്നു ഫസ്റ്റ്. പിന്നീട് നവ്യ വളർന്നു. ആദ്യ സിനിമ ഇഷ്ടത്തിൻ്റെ ഷൂട്ടിങ്ങിന് പോകുമ്പോൾ എൻ്റെ അടുത്ത് വന്ന് അനുഗ്രഹം വാങ്ങിയിട്ടാണ് പോയത്. നന്ദനത്തിൻ്റെ ലൊക്കേഷനിൽ പോയി ഞാൻ അടുത്ത ഐറ്റവും പഠിപ്പിച്ചു. അതിനായിരുന്നു സ്റ്റേറ്റിലെന്ന് ഫസ്റ്റ് കിട്ടിയിരുന്നത്. അന്ന് എനിക്കൊരു വിഷമമുണ്ടായി. നവ്യയ്ക്ക് സ്റ്റേറ്റിലാണ് ഫസ്റ്റ്. അന്ന് എനിക്കൊരു ജോഡി ഡ്രസ്സ് വാങ്ങിത്തരണമെന്ന് ഞാൻ നവ്യയുടെ അച്ഛനോട് പറഞ്ഞിരുന്നു. വഴിയരികിൽ നിന്ന് 100 രൂപയ്ക്കും ഡ്രസ്സ് കിട്ടും. പക്ഷേ എന്നോടന്ന് പറഞ്ഞ വാക്ക് എന്നെ വല്ലാതെ വേദനിപ്പിച്ചു. സാറേ, പൈസയൊന്നും കയ്യിലില്ല എന്നാണ് അന്ന് പറഞ്ഞത്. നന്ദനത്തിൻ്റെ ലൊക്കേഷനിൽ പോയാണ് ഞാനന്ന് പഠിപ്പിച്ചിരുന്നത്. ഒരിക്കൽ ലോഡ്ജിൻ്റെ പേരെന്നോട് പറഞ്ഞു. ഞാൻ റിസപ്ഷനിൽ പോയി കാത്തിരുന്നു. ഏറെ നേരമായിട്ടും വന്നില്ല. ഞാൻ കാത്തിരിക്കുകയാണെന്ന് അവരെ അറിയിച്ചു. സാറിന് ഒരു റൂം കൊടുക്കണമെന്ന് പോലും അവർ അന്നവിടെ പറഞ്ഞില്ല. 7:30 നവ്യ നായർ വന്നോ എന്ന് വീണ്ടും ഞാൻ ചോദിച്ചു. അവർ നേരത്തെ വന്നല്ലോ എന്നായിരുന്നു മറുപടി എത്തിയത്. കാണണമെന്ന് പറഞ്ഞപ്പോൾ നവ്യയുടെ അച്ഛൻ കാത്തിരിക്കുവാൻ പറഞ്ഞു. ഭക്ഷണം പോലും കഴിക്കാതെയായിരുന്നു ഞാനന്ന് അവിടെ ഇരുന്നത്. 8:30 ഞാൻ വീണ്ടും വിളിച്ചു. 5 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. 5 മിനിറ്റും 10 മിനിറ്റും 1 മണിക്കൂറുമെല്ലാം കഴിഞ്ഞു. ഒടുവിൽ റൂം കിട്ടി. നവ്യ ഇപ്പോൾ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുകയാണ്, കാത്തിരിക്കുക എന്നായിരുന്നു നവ്യയുടെ അച്ഛൻ പറഞ്ഞത്. 10:30 എന്നെ വിളിച്ചു. ചെന്നപ്പോൾ കാണുന്നതോ അവരുടെ ഭക്ഷണത്തിൻ്റെ ടിഫിൻ ബോക്സുകളായിരുന്നു. സാർ എപ്പോൾ വന്നോ എന്നോ കഴിച്ചോ എന്നോ ഒന്നും തന്നെ ചോദിച്ചിരുന്നില്ല. ഞാൻ ഒന്നും തന്നെ കഴിച്ചിരുന്നില്ല. അത് എന്നെ വല്ലാതെ വേദനിപ്പിച്ചു. പഠിപ്പിച്ചതിന് ശേഷം ഞാൻ റൂമിലേക്ക് തിരികെ പോയി. ചായക്കടയോ ഹോട്ടലുകളോ ഒന്നും തന്നെ ഇല്ലാത്ത ഏരിയയായിരുന്നു അത്. അന്ന് ഞാൻ പട്ടിണി കിടന്നു. രാവിലെ ഫ്രഷ് ആയപ്പോഴേക്കും നവ്യ പോയിരുന്നു. വണ്ടിക്കൂലിക്ക് 500 രൂപ തന്നു. നവ്യയ്ക്ക് തന്നെ ഫസ്റ്റ് കിട്ടി. എനിക്ക് സന്തോഷമായി. നവ്യയോടൊപ്പമുള്ള ഒരു ഫോട്ടോ വേണമെന്ന് പത്രക്കാരന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നായിരുന്നു നവ്യയുടെ അച്ഛൻ അന്ന് പറഞ്ഞത്. ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലായിരുന്നു ആലപ്പി സുദർശനൻ ഇത്തരം കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തിയിരിക്കുന്നത്.